എന്തെങ്കിലുമൊക്കെ കേസിൽ കുടുക്കിയിട്ട് എന്നെ ഭയപ്പെടുത്തി എന്നെ പിന്നിലോട്ട് വലിക്കാനുള്ള ശ്രമമാണെങ്കിൽ ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു വർക്ക്. അവരെന്നോട് ചോദിക്കുകയാണ്, രവി പിള്ളൈ, യൂസഫ് അലി തുടങ്ങിയവരുടെ എതിരെയുള്ള എവിഡൻസസ് സൂക്ഷിച്ചിട്ടുണ്ടെന്ന് അറിയാം ഫേസ്ബുക്ക് വഴി. എവിടെയാണ് അത് സൂക്ഷിച്ചിട്ടുള്ളത്? സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് ആരുടെയൊക്കെ സഹായങ്ങളാണ് എനിക്ക് കിട്ടുന്നത്, അല്ലെങ്കിൽ ലോക്കൽ പാർട്ടിയുടെ ഓഫേഴ്സ് എന്തൊക്കെയാണ്? എനിക്ക് ഗോവിന്ദൻ എന്ന് പറയുന്ന ആ ജെന്റിൽമാന് ഇതിനു മുമ്പ് അറിയത്തില്ല. അപ്പോൾ അവരെനിക്ക് പറഞ്ഞു പഠിപ്പിച്ചു തരിക പുള്ളിക്കാരൻ ഒരു എക്സ് മിനിസ്റ്റർ ആണെന്ന്. ഞാൻ പറഞ്ഞത് വിജീഷ് പിള്ള എന്ന് പറഞ്ഞ ഒരു ജെന്റിൽമാൻ എന്നെ അപ്രോച്ച് ചെയ്തു, എന്നോട് ഈ നാട് വിടാൻ പറഞ്ഞു. ഇറ്റ് ഈസ് വെരി ഡേഞ്ചറസ് ഫോർ മീ ടു ലിവ് ഇൻ ദിസ് കൺട്രി. അതിന് 30 crores ഓഫർ ചെയ്തു, പുതിയ പാസ്പോർട്ട് ഓഫർ ചെയ്യുക, ചോയ്സ് ഓഫ് മൈ കൺട്രി, ഏത് കൺട്രിയിലോട്ട് വേണോ എന്നെ അവർ വിടാം. അതിന് ഗോവിന്ദൻ മാഷാണ് പറഞ്ഞു വിട്ടത്. അവർ അയൽക്കാരാണ്, അവർ ഫ്രണ്ട്സാണ്, അദ്ദേഹത്തിൻ്റെ മകൻ ഫ്രണ്ടാണ്. ഇതൊക്കെ പുള്ളിക്കാരൻ പറഞ്ഞതാണ്. എനിക്ക് ഈ ഗോവിന്ദൻ മാഷ് ആരാണ്, അല്ലെങ്കിൽ പുള്ളിക്കാരൻ എവിടെയാണ് ജീവിക്കുന്നത്, എവിടെയാണ് ജനിച്ചു വളർന്നത്, ഐ ഹാവ് നോ ക്ലൂ അബൌട്ട് ഓൾ ദീസ് തിങ്സ് ആൻഡ് നീദർ ആം ഐ റിലേറ്റഡ് ടു ദ ജെന്റിൽമാൻ. അവരെന്നോട് പറയാണ്, മീഡിയയോട് എന്തിനാണ് സംസാരിക്കുന്നത്? മീഡിയ എൻ്റെ പല കാര്യങ്ങളും കട്ട് ചെയ്തിട്ട് അവർക്ക് ആവശ്യമുള്ള ഫാബ്രിക്കേറ്റഡ് ആയിട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ നിങ്ങൾ പബ്ലിക്കിനോട് പറയുള്ളൂ. ഇതൊന്നും ഈ കേസുമായിട്ട് എന്തെങ്കിലും റെലവൻസ് ഉണ്ടെന്ന് ഐ ഡു നോട്ട് നോ. ഇനിയിപ്പോൾ എൻ്റെ ജീവന് ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, അല്ലെങ്കിൽ ഞാൻ പോണ വഴിക്ക് എന്നെ തീർക്കാൻ വല്ല പ്ലാൻ ഉണ്ടോ എന്ന് അറിയില്ല. പക്ഷെ എന്താണെങ്കിലും സ്വാഗതം ചെയ്യുന്നു, അത്രേ ഉള്ളൂ. നമുക്ക് ഗാസയിൽ പോയി നോക്കേണ്ട കാര്യമല്ല ഗാസയിൽ എന്താണ് നടക്കണത്. കേരളത്തിൽ നടക്കണത് മാത്രം കണ്ടാൽ മതിയല്ലോ. സോ എന്നും നടന്നൂടെ? അപ്പോഴാണ് ഒരു സ്വപ്ന സുരേഷിനെ തീർക്കാൻ ബുദ്ധിമുട്ട്. They bothered about ED, they bothered about my evidences, they bothered about my qualification. They are asking me why did I choose Whitefield as a place to reside in Bangalore. Is this relevant? I am not here to explain or reply individually to the Honorable Chief Minister. My job is to cooperate with the investigation. I think I have done that, and let's see what's happening from their end. All right?